ബി.ജെ.പിക്ക് 14 സീറ്റ് വരെ, മിക്ക മണ്ഡലങ്ങളിലും 26% വോട്ട്. പലയിടത്തും രണ്ടാം കക്ഷി. തൂക്കുമന്ത്രിസഭ വന്നാൽ ബി.ജെ.പി കിങ് മേക്കർ. ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എക്ക് 14 സീറ്റ് ലഭിച്ചാൽ നിർബന്ധമായും കേരളത്തിൽ തൂക്കുമന്ത്രിസഭ വരുമെന്നുറപ്പ്. അപ്പോൾ കിങ് മേക്കർ ആവുക ബി.ജെ.പിയും രാജീവ് ചന്ദ്രശേഖറും. ബി.ജെ.പിക്ക് 10 മുതൽ 14 വരെ സീറ്റ് പ്രവചിക്കുന്ന പീപ്പിൾസ് ഇൻസൈറ്റ് എക്സിറ്റ് പോൾ മിക്ക മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് 26%-ലധികം വോട്ടുകളാണ് നൽകിയിരിക്കുന്നത്. ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എക്ക് 14 സീറ്റ് ലഭിച്ചാൽ നിർബന്ധമായും കേരളത്തിൽ തൂക്കുമന്ത്രിസഭ വരുമെന്നുറപ്പ്. അപ്പോൾ കിങ് മേക്കർ ആവുക ബി.ജെ.പിയും രാജീവ് ചന്ദ്രശേഖറും. ശക്തമായ വിജയം ബി.ജെ.പിക്ക് പ്രവചിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, തിരുവല്ല, തൃശൂർ, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ, കാസർഗോഡ് എം.എൽ. അശ്വിനി, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മലമ്പുഴ സി കൃഷ്ണകുമാർ, നേമം രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടം വി മുരളീധരൻ, ആറ്റിങ്ങൽ അഡ്വക്കേറ്റ് പി സുധീർ, പൂഞ്ഞാർ പി സി ജോർജ്, കോഴിക്കോട് സൗത്ത് ടി റനീഷ്, നാട്ടിക പി മുകുന്ദൻ എന്നിവിടങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനക്കാരുമായി വളരെ നേരിയ വ്യത്യാസത്തിനാണ് ബി.ജെ.പിക്ക് രണ്ടാം സ്ഥാനം പ്രവചിക്കുന്നത്. 0.1% മുതൽ 0.5% വരെ. അതായത് ഈ മണ്ഡലങ്ങൾ ഏത് നിമിഷവും എൻ.ഡി.യുടെ കയ്യിൽ വന്നെത്തിയേക്കാം എന്നർത്ഥം. ശക്തമായ സ്വിംഗ്, അനുകൂല ചാഞ്ചാട്ടം വോട്ടെണ്ണലിൽ പ്രതിഫലിച്ചാൽ ബി.ജെ.പി 14 സീറ്റ് വരെ പിടിക്കാം. അപ്പോൾ യു.ഡി.എഫിനോ എൽ.ഡി.എഫിനോ ഭൂരിപക്ഷം ഉണ്ടാകില്ല. അന്നേരം ബി.ജെ.പിയും രാജീവ് ചന്ദ്രശേഖറും കിങ് മേക്കറാവും. ആര് ഭരിക്കണം എന്നത് ബി.ജെ.പി തീരുമാനിക്കുന്ന സ്ഥിതി ഉണ്ടാകും. തൃശൂരിൽ പത്മജയ്ക്ക് ജയം പ്രവചിക്കുന്നു. 32.83% വോട്ടുകൾ പത്മജയ്ക്ക് ലഭിക്കുമെന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നു. രണ്ടാം സ്ഥാനത്ത് വരുന്ന എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് 29.12% മാത്രമാണ് ലഭിക്കുക. ചാത്തന്നൂരിൽ വൻ അട്ടിമറിയാണ് പ്രവചിക്കുന്നത്. ഇവിടെ ബി ഗോപകുമാർ വിജയിക്കുമെന്നാണ് പ്രവചനം. ഇവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥി 37.12% വോട്ടുകൾ നേടി ഒന്നാം സ്ഥാനത്ത് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്ന എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക 33.12% വോട്ടുകൾ മാത്രം. തിരുവനന്തപുരം സെൻട്രലിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വൻ വിജയമാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചിക്കുന്നത്. ഏകദേശം 35.04% കരമന ജയന് ലഭിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി.പി ജോണിന് ലഭിക്കുക 30.58% മാത്രം. വട്ടിയൂർക്കാവിൽ വൻ ജയമാണ് പ്രവചിക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലകയ്ക്ക് 37.15%, എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി കെ പ്രശാന്തിന് 29.37% വോട്ട് മാത്രമാണ് പ്രവചിക്കുന്നത്. കാട്ടാക്കട എൻ.ഡി.എക്ക് ലഭിക്കുമെന്ന് പറയുന്നു. പി കെ കൃഷ്ണദാസ് വിജയിക്കുമെന്നാണ് പ്രവചനം. 33.91% വോട്ട് പിടിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് എൽ.ഡി.എഫിന് ലഭിക്കുക 32.65% വോട്ടുകൾ മാത്രം. തിരുവല്ലയിൽ അനൂപ് ആന്റണിക്ക് 41.68% വോട്ടുകൾ ലഭിക്കുമ്പോൾ തൊട്ടടുത്ത ഇടതുമുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം പിന്നിലാണ്. മാത്യു ടി തോമസിനെ വലിയ ശതമാനത്തിന് പിന്നിലാക്കുമെന്നാണ് പ്രവചനം. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് വെറും 26.61% വോട്ട് മാത്രമേ ലഭിക്കൂ.